ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുത്ത വിതരണക്കാർ. സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തീർക്കുന്നതിനെക്കുറിച്ച് ഉറപ്പു ലഭിക്കാത്തതിനാലാണ് നടപടി. 28 കോടിയോളം രൂപയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് നൽകാനുള്ളത്. സ്വാന്തന സജു നമുക്കൊപ്പം. സ്വാന്തന സജു, എന്ത് സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് സംഭവിച്ച ഒരു സാഹചര്യമാണ്. സമവായമൊന്നും വിലപ്പോയില്ലേ? സുജയ, അങ്ങനെ സംസ്ഥാനത്തെ ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ആശുപത്രിയിലെ, ഒരു മെഡിക്കൽ കോളേജിലെ, അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇപ്പോൾ വിതരണക്കാർ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ്, 4 ആശുപത്രികളിലേക്കായിരുന്നു വിതരണക്കാർ കുടിശ്ശിക കൂടിയതിനെ തുടർന്ന് ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായി എത്തിയത്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോടും കോട്ടയം അതുപോലെ തന്നെ എറണാകുളം ജനറൽ ആശുപത്രിയുമായിരുന്നു. 3 സമവായം ഏതാണ്ട് ആയി എന്ന് തന്നെ പറയാം. തിരുവനന്തപുരത്തും എറണാകുളത്തും ഏതാണ്ട് ഒരു 10 ദിവസത്തിനകം പണം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നടത്തിയത്. എന്ന് പണം നൽകാമെന്ന് അവരും ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു തരത്തിലുള്ള ഒരു അറിയിപ്പും അവർക്ക് നൽകാൻ കഴിയുന്നില്ല. എന്ന് പണം നൽകാൻ കഴിയുമെന്ന് ഒരു തരത്തിലുള്ള ഉറപ്പ് നൽകിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ വൻ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഉപകരണങ്ങൾ വിതരണക്കാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ്. സ്വാന്തന സജുവാണ് വിവരങ്ങൾ നൽകിയത്.